യൂട്യൂബിൽ എപ്പോഴും ഷോർട്സുകൾ ഇടുന്നതാണ് കേട്ടോ കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീരും. പിന്നെ നമുക്ക് കൂടുതൽ വ്യൂവും കിട്ടുന്നതും ഷോർട്സിൽ നിന്നാണ് കേട്ടോ കിട്ടുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ബ്ലോഗാണ് കേട്ടോ. നമ്മൾ അബുദാബിയിൽ ചെന്നിട്ടുള്ള കുറച്ച് നമ്മളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ബ്ലോഗായിട്ട് ചെയ്യുന്ന. കാരണം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾക്ക് പിന്നെ ഓർക്കാനും കാണാനും ഒക്കെ ഇപ്പം ഞാൻ ഒരുപാട് പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ പിള്ളേരുടെ ആ ചെറുപ്പകാലം ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ അങ്ങനെ ആ വീഡിയോ ഒക്കെ ചെയ്യുന്ന. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അബുദാബിയിൽ വന്നിട്ട് ഇവിടെ ഒരു ഹൈപ്പറിൽ കയറിയേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ച നമ്മളിപ്പോൾ നാട്ടിൽ നമ്മളുടെ ലുലു ആണ് കൂടുതൽ വലിയൊരു ഹൈപ്പറായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത് വിശാലമായ ഒരു ലോകമാണ്. ഓരോന്നിനും ഓരോ സെക്ഷനും അത്ര വലിയ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ മീറ്റിൻ്റെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ദേ ബീഫ്, മട്ടൻ, അങ്ങനെ എല്ലാത്തിൻ്റെ റേറ്റും ഇതെല്ലാം കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മട്ടൻ ഇവിടെ ഓവർ റേറ്റൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മളിതൊക്കെ കാണുകയല്ലാതെ നമ്മൾക്ക് കൊണ്ടുപോയി ഇനിയിപ്പോൾ കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. കുക്ക് ചെയ്തൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാനും കറങ്ങി നടക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അബുദാബിയിൽ ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ കുറച്ച് സമയം ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് എന്തായാലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവിടെ ദേ ഫിഷിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫിഷിനൊക്കെ പല റേറ്റും ഉണ്ട് കേട്ടോ. പല സാൽമണൊക്കെ അതിൻ്റേതായ റേറ്റും അറിയാമല്ലോ. നമ്മൾക്ക് ഇവിടുത്തെ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും തന്നെ വരുന്നുണ്ട്. പിന്നെ അവിടെ ഫുഡിൻ്റെ ഒരു ഐറ്റംസ് കേക്കുകളാണെങ്കിലും വേറെ മിഠായികളും ഇതൊക്കെയാണെങ്കിലും ഒരുപാട് ശേഖരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്കിപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ച് കൊണ്ടുകൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് കേക്ക് ഐറ്റംസ് എന്തെങ്കിലും മേടിച്ച് ടേസ്റ്റ് നോക്കാമെന്ന് അങ്ങനെ കരുതിയിരിക്കുക കേട്ടോ. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സ്ഥിരം അവിടെ താമസിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ കേട്ടോ. നമുക്ക് ഓഫറിലുള്ളതുണ്ട് അല്ലാത്തതുണ്ട്, അങ്ങനെയൊക്കെ പല വിധ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അബുദാബിയിൽ വന്നിട്ട് നമ്മൾ വെളുപ്പിനാണ് അവിടെ എത്തിയത്. അപ്പോൾ അന്നത്തെ ആ ദിവസം കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം കേട്ടോ ഇത്. രണ്ടാമത്തെ ദിവസവും പെട്ടെന്ന് അങ്ങോട്ട് ഓടി അങ്ങ് പോവുകയാണ് നമ്മളെ വിട്ട്. കാരണം നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മൾ അവസാനിക്കുമ്പോഴും അവസാനിക്കരുതേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ സ്ഥലത്ത് കറങ്ങിയെടുക്കുന്നത്. നമുക്ക് എത്ര കണ്ടാലും മതിയാവുകയും ചെയ്യില്ല. ഇതുപോലെ ഹൈപ്പറിലൊക്കെ കയറി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട. കാരണം നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ പർച്ചേസും ചെയ്യാൻ പറ്റില്ല മെയിനായിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വാങ്ങിക്കുക അല്ലാതെ ഇപ്പോൾ പർച്ചേസിങ് ഒന്നും വേണ്ടാന്ന് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ദുബായിൽ ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ കഴിയുന്നത് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഹൈപ്പറിൽ കയറിയേക്കണത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം നമ്മൾക്ക് ഇനിയിപ്പോൾ ടെമ്പിളൊക്കെ കാണാൻ പോകണമെന്നുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ പോകണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതേ ഇവിടെ ഹൈപ്പറിൽ നിന്ന് ഇവിടെ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കണം. നമുക്ക് നല്ലൊരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ വെറൈറ്റി ആയിട്ട് കഴിക്കണം. നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ അവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ ഫുഡ് വേറെ രാജ്യത്തെ ഫുഡ് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തറിയാനാണ്. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മളുടെ കേരളത്തിലെ ഡിഷൊക്കെ നമുക്ക് അവിടെ മറക്കാം. അവിടെ വന്നിട്ട് അവിടുത്തെ ഡിഷൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റും ഇതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് നമ്മളിവിടെ വന്നിരുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഹൈപ്പറിലൊക്കെ കറങ്ങി കഴിഞ്ഞതേ ഇപ്പോൾ ഇനി തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ഈ രാത്രി നമ്മളിങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഓരോ ബിൽഡിങ്ങുകളും ഇതൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി കാണുകയാണ്. അപ്പോൾ നമ്മൾ പോയ ആ ഒരു സമയം നമ്മൾ പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് പോയത് കാരണം എന്തേ കണ്ടില്ലേ, വഴിയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് അലങ്കരിച്ചും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഓരോ ടവറുകളും ഇതൊക്കെ കണ്ടില്ലേ. നമ്മൾക്ക് നല്ല രസമാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കാൻ. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ റൂം എത്തും കേട്ടോ. അതിനു മുൻപ് പിന്നെ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കണം. ഫുഡിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ രുചികളൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു അവിടെ മേളിലിരുന്നപ്പോൾ താഴെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഇതൊക്കെ നോക്കി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ തന്നെ നല്ല ഫേമസ് ടേസ്റ്റ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഇനി കയറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് മദീന സെയ്ദിൻ്റെ അവിടെ സൈഡിലായിട്ട് ഒരു ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല രാജ്യക്കാരുടെ ഒരേ തട്ടുകടകളും ഇതൊക്കെ പോലെയുള്ളത് നമ്മളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത്രയ്ക്ക് അങ്ങനെ വിപുലമായിട്ടൊന്നുമില്ല കേട്ടോ. ഇത് പല രാജ്യക്കാരുടെ ഫുഡുകളും ഒക്കെ നമുക്കിങ്ങനെ ആസ്വദിക്കാം. അവിടെ കുറേ ടേബിളും ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്.
കണ്ടില്ലേ ഓരോ ആളുകളും വന്നിരുന്ന് കഴിക്കുകയും ഇതൊക്കെ ഇതേ കണ്ടില്ലേ ഒരത്തൻ ഇവിടെ മുകളിൽ കയറിയിരിക്കണത് നമ്മുടെ നാട്ടിലുള്ള പൂച്ചേനൊക്കെ പോലെ തന്നെ എല്ലാവരും കഴിക്കുന്നതൊക്കെ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നമ്മളിങ്ങനെ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇബ്രാഹിം റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ കയറിയിട്ട് അവിടുത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ ബൊഫേ സെറ്റപ്പൊക്കെ അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ റൊട്ടി ഇതും പറഞ്ഞു, റൊട്ടിയും പിന്നെ അവിടുത്തെ ഒരു ബിരിയാണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൊട്ടി അപ്പോൾ എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നാട്ടിലെ കുബൂസായിരിക്കും ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ 4 എണ്ണം ഇങ്ങനെ ഓർഡർ കൊടുത്തിരുന്നു, പിന്നെ മട്ടൻ കറിയും പിന്നെ ബിരിയാണി. അപ്പോൾ 4 എണ്ണം കണ്ടില്ലേ, ഇത് ഒരെണ്ണം മതി 2 പേർക്ക് കഴിക്കാം, 2 എണ്ണം മതിയാകും കേട്ടോ. ഇത് ഇത്രയും നമ്മൾ കഴിച്ച് തീരൂല, പിന്നെ 2 എണ്ണം മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 2 എണ്ണം, എന്നിട്ട് തന്നെ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ സാലഡ്സും ഇതൊക്കെ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്ലേറ്റ് നിറയെ സാലഡ്സ് കൊണ്ടുവന്ന് തരും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു തൃപ്തിയാണ്. പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നൂല, നമ്മളിങ്ങനെ ആ വെജിറ്റബിളൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കൊണ്ടുവരിക. ഇപ്പം നമ്മളിവിടെ വന്ന വിസിറ്റേഴ്സ് ആണെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആ കടയിലെ ആൾ നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് അവരുടെ ഇതൊക്കെ ഫുഡൊക്കെ തന്നിരുന്നു കേട്ടോ, എനിക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ നല്ല രുചിയായിരുന്നു അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റിലെത്തിയേക്കാണ് ഫ്രണ്ടിൻ്റെ അടുത്ത്. ഇത് ഞങ്ങളുടെ തന്നിരുന്ന റൂമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇവരുടെ റൂമിൽ നിന്നൊക്കെ ഈ ബാൽക്കണിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ബാൽക്കണിയിൽ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. ഇതിപ്പോൾ 17ാമത്തെ ഫ്ലോറിലാണ് നമ്മളുടെ റൂമും ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ താഴെ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിപ്പോൾ രാവിലത്തെ ഒരു വ്യൂ ആണ്. ഇന്നിപ്പോൾ രാവിലെ ഫ്രണ്ടും ഇതൊക്കെ അവിടെ ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഫുള്ളും വീട് തന്നിട്ടാണ് പോയിരിക്കുന്നത്. അവർ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോയേക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇനി നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസമാണ് നമ്മൾ ഇനിയിപ്പോൾ ദുബായിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വൈകിട്ട് നാളെ അടുത്ത ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ആ ദിവസം ജുമയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അപ്പുറം റൂമിലായിരുന്നു. അപ്പോൾ അവർക്ക് വെളുപ്പിന് പോകാനുള്ളായിരുന്നു. ഞങ്ങളിന്ന് പിള്ളേരുടെ റൂമിലാണ് കിടന്നത്. ഇനിയിപ്പോൾ ഞങ്ങളോട് എല്ലാ റൂമും ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ഇതിപ്പോൾ രാവിലെ നമ്മൾ റൂമിൽ വരുന്നു. അവിടെ ഉണ്ടോ? ഇപ്പോൾ രാവിലെ നമ്മൾ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ, രാവിലത്തെ എങ്ങനെ സിറ്റുവേഷൻ എന്നൊക്കെ നോക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചുറ്റിക്കിടന്ന് കാണാനൊക്കെ, പിന്നെ ഇപ്പോൾ ബാപ്പസ് മന്ദിറിൽ പോകണമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പ്ലേസിലൊക്കെ പോകുന്നതൊക്കെ ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ച് പറയണ്ടായിരുന്നു കേട്ടോ. അവർ രാവിലെ തന്നെ പോയി അപ്പോൾ പറയണ്ടായിരുന്നു. അപ്പോൾ അവർ വാഹനവും ഡ്രൈവറെയൊക്കെ ഞങ്ങൾക്ക് റെഡിയാക്കി തന്നത്. ഞങ്ങളിനിയിപ്പോൾ അവിടെ ടെമ്പിൾ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയാണ്, ഒരുപാട് ദൂരമുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതേ ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ ആ ദിവസവും ഒരു ഒഴിവ് ദിവസമായത് കാരണം കൂടുതൽ ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിനിപ്പോൾ അകത്തേക്ക് കയറാണ്. അവിടെ നമ്മൾക്ക് ഫീസ് അങ്ങനെയൊന്നും വാങ്ങിക്കണില്ല കേട്ടോ, എല്ലാം ഫ്രീ ആണ്. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വിസിറ്റേഴ്സിന് നമ്മൾക്ക് മുൻഗണനയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യൂ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അകത്തേക്ക് കയറാം. കുറേ കടമ്പകളൊക്കെ കടന്നിട്ടാണ് അങ്ങോട്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എപ്പോഴും ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, അതിപ്പോൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു ഭംഗിയാണ്. പിന്നെ അതിലേറെ നമുക്ക് നല്ല ചൂടുമാണ് കേട്ടോ ഈ സമയത്ത്. പക്ഷേ ഈ സമയത്ത് ചൂടൊന്നും നമ്മൾ വക വയ്ക്കണില്ല, കാരണം നമുക്ക് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ പെട്ടെന്ന് കവർ ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം നമ്മളിനിയിപ്പോൾ ദുബായിലേക്ക് പോവുകയാണ്. ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്നത് അബുദാബിയിലേക്കാണ് വന്നത്. ഇനിയിപ്പോൾ പോകുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ദുബായിൽ നിന്നാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പുറമെ നിന്ന് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടുത്തെ ഓരോ ഭിത്തിയും ഓരോ കഥകൾ പറയുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. ഒരുപാട് ഇപ്പോൾ നമ്മൾ ചെരുപ്പ് അതിൻ്റെ അകത്തൊരു സ്ഥലത്ത് ചെരുപ്പ് അഴിച്ചു വയ്ക്കുന്ന സ്ഥലമുണ്ട്. എല്ലാവരുടെയും ചെരുപ്പ് അവിടെ ഒരു സ്റ്റാൻഡുണ്ട്, ഒരു റൂമിൽ വയ്ക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വെള്ളമൊക്കെ കുടിക്കാൻ വെച്ചിട്ട് എല്ലായിടത്തും വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കുടയുണ്ട് കേട്ടോ, നമുക്ക് കുട ചൂടി പോകാം. അങ്ങനെ ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. ഫുഡ് കോർട്ടിൽ വന്നിട്ട് വേണ്ട
ഇഡ്ഡലിക്കൊക്കെ എത്ര 12 രൂപ. വട അപ്പോൾ ഇവിടെ ഈ ടെമ്പിളിലെ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി അടുത്ത ഒരു സർപ്രൈസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡ്രൈവർ വണ്ടിക്കകത്ത് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം.